ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും ദിവസം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ചാനലിന് തീരെ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ, കാരണം ചാനൽ എന്തായാലും മോണിറ്റൈസ് ആയിട്ടുണ്ട്. വീഡിയോസിന് വ്യൂസ് കുറവാണെങ്കിലും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവേ കുക്കിംഗ് വീഡിയോസ് ഒന്നും എൻ്റെ ചാനലിൽ അങ്ങനെ ഇടാറില്ല, ഏതോ 1-2 വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് കുക്കിംഗ് വീഡിയോ ആക്കാൻ തോന്നി. കാരണം ഇതങ്ങനെ റെയറായിട്ട് കിട്ടും, ഞങ്ങൾക്കിത് റെയറാണ്. കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുന്നിടത്തൊക്കെ ഇഷ്ടംപോലെ മുരിങ്ങേൻ്റെ ചെടിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ മുരിങ്ങ പൂ ഉണ്ടാവുമല്ലോ പൊതുവേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അധികമൊന്നും കാണാറില്ല കേട്ടോ. മുരിങ്ങേൻ്റെ ചെടി അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും കാണാറില്ല, വലിയ ചെടികളൊന്നും ഞാൻ അധികം കണ്ടിട്ടുമില്ല. അപ്പം ഇടയ്ക്കൊക്കെ കിട്ടുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇതാണ്. അപ്പം ഇന്ന് എനിക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുരിങ്ങ പൂ കൊണ്ടുവന്ന് അത് മൊത്തം വൃത്തിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ തലേന്ന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇത് മൊത്തം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി. അപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി, നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു, കുറേ നേരത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം അത് അത്രയും നേരം ഇരുന്ന് പെറുക്കി, മുരിങ്ങേൻ്റെ പൂ ഇലേൻ്റെ ഉള്ളിൽ നിന്ന് പെറുക്കിയെടുത്തു. അങ്ങനെ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉള്ളിയും വെളുത്തുള്ളി, തേങ്ങ, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പാത്രം വെച്ച് പൊതുവെ നമ്മൾ എങ്ങനെയാണോ ഇങ്ങനെ തോരൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഇതൊക്കെ ഒന്നിട്ട് ഒരു നുള്ളു ഉപ്പും ഇട്ട്, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് അതിലേക്ക് മുരിങ്ങേൻ്റെ പൂവ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും അഥവാ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പം മുരിങ്ങ പൂവ് മാത്രം വെച്ച് അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഇതുപോലെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞേനെ. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതൊന്ന് ഇളക്കി. ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു ലൈറ്റ്, അത്ര വെള്ള കളറൊന്നും പറയാൻ പറ്റില്ല ഈ പൂവിന്. അപ്പം കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും, കണ്ടിട്ടല്ല ഇങ്ങനെ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്കറിയായിരിക്കും, വേറൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചൊരു വേവാവുന്ന പാകം ഉണ്ടല്ലോ, എനിക്ക് പക്ഷേ 10 മിനിറ്റ് 5 മിനിറ്റ് എന്ന് അങ്ങനെ പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു പാകത്തിന് മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുക, വേവാനായോ വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു വേവാകുന്ന സമയത്ത് അതൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കി നമ്മൾ പിന്നെയാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ള സാധനം ഇടേണ്ടത് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ നടുക്കൊരു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മളെ പാകത്തിനുള്ള എത്ര മുട്ട വേണോ അത്രയും മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുട്ട വരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്, അല്ലാത്ത ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ, കഴിക്കാനേ പറ്റില്ല. വേറൊരു സ്മെല്ലും വേറൊരു ടേസ്റ്റുമാണ്. പക്ഷെ മുട്ട കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ തോര മതി ചോറ് കഴിക്കാൻ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ അതും ഒന്ന് പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ചോറ് കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടി ഈ തോരനിട്ടിട്ട് കാണിച്ചു തരണമെന്ന്. പക്ഷെ അതുപോലും ഞാൻ ഓർത്തില്ലായിരുന്നു കേട്ടോ. ചോറിട്ടപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യണേ.